ഞാൻ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ ചെന്നൊരു ഡോക്ടറെ കണ്ടപ്പോ ഈ ഹമുക്ക് പറഞ്ഞ കഥകൾ കേൾക്കണം. നിന്നോട് പറയണേ ഇങ്ങടെ മുയിമം വല്ലും പോയിരിക്കാണല്ലോ കാരണവരേന്ന്. വയസ്സായ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടാ ഈ പറയണേ. അപ്പൊ പറയാ എങ്ങടെ ഈ മുന്നാരത്തുള്ള സകലമാന പല്ലുടുത്ത് അങ്ങോട്ട് മാറ്റണം, എന്നിട്ട് പുതിയത് വെക്കണം. ഇത് മാത്രം പോരാ, ഓനക്ക് എന്റെ വായ കൂടെ ഒരു കനാലും പറ്റണം. അത്ര ഒന്ന് കേക്ക് കനാല് പറ്റും. അതെന്തിനാ? സുഗത റൂട്ട് കനാല് അതന്നെ അതന്നെ. അത് ഒന്ന് ആലോചിച്ചോക്ക, എന്നെ പേടിപ്പിക്കുക. ഇന്ത്യന്ന് കായ് കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ടേ കനാല് വെട്ടു, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കായ് മേടിക്കാനാണ് 20,000 ഉറുപ്പ്യാണ് ഓൻ ചോദിച്ചത്. എൻ്റെ കയ്യിൽ കൊടുക്കണ്ടോ? 10 വയസ്സൊക്കെ ഗതിയില്ലാത്ത ഞാൻ 20,000 ഉറുപ്പ്യ ഓനക്ക് എങ്ങനെ എടുത്ത് കൊടുക്കണത്? അപ്പം ഇറങ്ങി ഞാൻ അവിടെ. അപ്പോഴാണ് ഈ ഇതില് പത്രത്തില് ഈ പറഞ്ഞ മാതിരിയുള്ള ഈ ചന്ദ്രഹാസന്റെ ഇത് കൊടുക്കുന്നുണ്ട്. മറ്റേ ഇതിന്റെ ചന്ദ്രഹാസൻ അല്ല, കമലഹാസൻ. കമലഹാസന്റെ മന്ദഹാസം. ഞാൻ പറഞ്ഞില്ലേ എത്രയും പെട്ടെന്ന് ആ ചന്ദ്രഹാസൻ മറ്റേ ഈ മൂപ്പര് പറഞ്ഞ ആളുടെ കായ് ഒന്ന് തന്നിട്ട് ഇന്റെ ഈ വേദനയെന്നൊന്ന് എന്നെ രക്ഷപ്പെടുത്ത്. എന്റെ കുട്ടിയുടെ പേരക്കുട്ടിയുടെ കല്യാണം ആണ്. അപ്പോഴത്തേക്ക് ഈ മുന്നാരൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആലോചിച്ചിട്ടാണ്. അപ്പൊ ആൾക്കാരെന്തെന്നാ വിചാരിക്ക, നമ്മളൊന്ന് ചിരിച്ചു കാട്ടാനും കൂടി പറ്റണില്ല മനസ്സുകൊണ്ടേ. ചിരിക്കുമ്പോ ആൾക്കാർ ഇത് ഈ മുഖത്തേക്കല്ലേ ഈ നോക്കണേ. അപ്പൊ അതൊന്നും നിങ്ങൾ കായൊന്നും എത്രയും പെട്ടെന്ന് ശരിയായി കൊടുക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്, ഇതിന് കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതെന്താ? ആ സാറല്ലേ, ആ സാറ് പറഞ്ഞത് എന്താ ചെയ്യണ്ടേ? അല്ല അത് നിങ്ങൾ പറഞ്ഞോളി. എന്താണ് മോഹന ഇത്? അല്ല സുഹൃത്ത് സാർ, എന്താ ഇത്? എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്. അതിപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാലും നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നല്ലേ? അല്ല ആരെയും പറഞ്ഞാൽ മതി. അത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടല്ലോ. ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരോട് പറയേണ്ടത് സാറിന്റെ ഡ്യൂട്ടിയാണല്ലോ. അപ്പൊ സാർ തന്നെ പറയണം അല്ലേ? നിങ്ങൾക്കത് പറ്റില്ല വെച്ചാൽ നിങ്ങൾ ഓനൊന്ന് പരിചയപ്പെടുത്തിയാട്ടെ എനിക്ക്. ഈ മറ്റേ ചന്ദ്രഹാസനെ, മറ്റേ ചന്ദ്രഹാസൻ ഒന്ന് അന്ന് ആള് കായി ഇങ്ങോട്ട് തരും. ഇപ്പൊ ഏത് അലമാരയിലും എടുക്കുന്നത് നിനക്കറിയില്ല. അതില്ലെങ്കിൽ ആ എടുത്തിട്ട് പോയാനെപ്പോ. BPL ആണോ? BPL കാർഡ് BPL കാർഡ് BPL ആണ്. BP ഉണ്ടോ? കാർഡ് BPL ആണ്. വയസ്സ് എത്രയായി? വയസ്സ് ഇപ്പൊ ഒരു 5 കൊല്ലമായി ഉണ്ടാവും. ഇപ്പൊ മാറ്റിയിട്ട് 5 വയസ്സ്. ആർക്ക്? കാർഡിന്റെ അല്ലേ? എന്താ പറയണേ? നിങ്ങളുടെ പ്രായം എത്രയായി? എന്റെ വയസ്സ് ഇപ്പൊ കഴിഞ്ഞ റബീഉൽ അവ്വലിനേക്ക് 72 കഴിഞ്ഞ്. ആരുടെ പ്രായം പറഞ്ഞു? നിങ്ങൾ വേറെ ആരുടെ പേര് പറയുന്ന കേട്ടല്ലോ? റബി എന്താ? അത് റബീഉൽ അവ്വൽ അറബി മാസം. കഴിഞ്ഞ റബീഉൽ അവ്വലിന് 72 തികഞ്ഞിക്ക്. ഇപ്പൊ 72 ഓക്കെ അല്ലേ? എന്താ തെറ്റിയാ? അതല്ല പല്ലുവേന. അത് 72 ഫിക്സ് ചെയ്യാമോ? അത് ഫിക്സ് ചെയ്തോളി. ഇതൊന്ന് മാറ്റി കിട്ടാണ്. അതെ. അപ്പോഴേ കുറച്ച് നടപടിക്രമങ്ങൾ കൂടിയുണ്ട്. എന്തായി? ഈ റേഷൻ കാർഡിന്റെ കോപ്പി, ആധാറിന്റെ കോപ്പി, പിന്നെ ഒരു പല്ല് ഡോക്ടർ സർട്ടിഫിക്കറ്റ്, പിന്നെ വാർഷിക വരുമാനത്തിന്റെ കോപ്പി. വാർഷിക വരുമാനമൊക്കെ ഇല്ലല്ലോ. നിങ്ങൾക്ക് വരുമാനം ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിക്കണം. അതാ ഈ പറഞ്ഞു വരണത്. അല്ല എനിക്ക് വരുമാനം ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇവിടെ ഓഫീസിലേക്ക് കോള് വന്നിരുന്നോ? ഇവിടെ കോള് വന്നല്ലോ. ഇവിടെ കോള് വന്ന് എടുക്കാണ്ട് ഹെഡ് ഓഫീസിൽ എന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ട്. എന്റെ കോള് വന്ന് ആരും കേട്ടില്ലേ? ഇല്ല സർ, ഞാൻ ബാത്റൂം പോയിട്ടുണ്ടായിരുന്നു. ശോധന? ഞാൻ വന്നിട്ട് അങ്ങനെ കോള് വന്നില്ല. ഞാനിപ്പോ എത്തിയുള്ളൂ. സാറേ, ആ ഫോണിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് സാറേ. കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഇവിടെ ഫോൺ എടുക്കുന്നില്ല എന്നൊരു കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫോൺ എടുക്കിയിട്ടാണ് പേഴ്സണലി എന്നെ വിളിക്കുന്നത്. തിന്നുന്ന ചോറിനോടെ കുറച്ച് കൂറ് കാണിക്കണം. ഒരു ചടങ്ങിന് വരിക പോകുന്നുള്ള സമ്പ്രദായം ഇവിടെ വേണ്ട കേട്ടോ. എന്താ ഇയാൾ വന്നേ? ഞാൻ ചന്ദ്രഹാസന്റെ കായ്ക്ക് വന്നാണ്. ചന്ദ്രഹാസൻ? അല്ല സാറേ, നമ്മുടെ മന്ദഹാസം പദ്ധതി അതിനു വേണ്ടിട്ട് വന്നതാണ്. മന്ദഹാസന്റെ കായ്. അതിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോ? കേട്ടല്ലോ. അംഗീകൃത ദന്ത ഡോക്ടർമാരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. അതെ. ഓക്കെ, ശരി. അപ്പൊ മൂപ്പര കയ്യില് ആ ബാഗിൽ നിറയെ കായ് ആയിരിക്കൂലേ? നിന്റെ ഓഹരി തന്ന് എന്നെ അങ്ങോട്ട് വിട്ട ഞാൻ അങ്ങോട്ട് പോകൂല്ലേ സാറേ? എന്റെ കാരണവരെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംഘടിപ്പിക്കാൻ നോക്ക്. അംഗീകൃത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അല്ല, ഇപ്പൊ ഈ അംഗീകൃത ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ആരാണ്, എവിടെയാണ്, ഇപ്പൊ ആർക്കും അറിയണം? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് കവലയുണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്ത് പ്യാരീസ് ഡെന്റൽ ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്യാരി യാദവ് നല്ല ഡോക്ടറുണ്ട്.
ആ ഡോക്ടറെ കണ്ടാൽ മതി. 3 മണിക്ക് ശേഷം പോയാൽ മതി. ആ, അപ്പൊ ഡോക്ടർ ഫ്രീ ആവും. അപ്പോഴേക്കും സർട്ടിഫിക്കറ്റ് തരും. അതെ അല്ലേ? ഓ ഇല്ല ഇപ്പൊ ഇവിടുന്ന് അല്ലാണ്ട് കായൊന്നും കിട്ടാനില്ലല്ലോ. അല്ല വേറെ കൊടുക്കണം. പിന്നെ നിങ്ങൾ ഇനി ഇവിടെ കയറി ഇറങ്ങണ്ട. ആ. അവിടെ പോയി ആ സർട്ടിഫിക്കറ്റ് കൂടെ മേടിച്ചിട്ട് ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിൽ പോയിട്ട് ഓൺലൈനിലായിട്ട് അപേക്ഷിച്ചാൽ മതി. ഓൺലൈനിൽ അപേക്ഷ കൊടുക്കണം. അതെ, ആ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിച്ചോളും വഴിയെ. ഇനി ഇങ്ങോട്ട് വരണ്ട. വരണ്ട അല്ലേ? എന്തേലും ആവട്ടെ സാറൊക്കെ പല്ലുവേനായിട്ട് വെയിലത്തിറങ്ങി നടക്കാനും വയ്യ. അപ്പൊ പ്യാരിജാതൻ ഡോക്ടർ അവിടെ തന്നെ പോകണം. പാരിജാതല്ലേ? വളരെ ഉപകാരം കേട്ടോ. പ്യാരീസ് ഡെന്റൽ ക്ലിനിക്ക് കേട്ടോ. പാരീസ് എന്തൊരു ഹലാക്കാണ്. ആരും ഈ കസാര ഇവിടെ കൊണ്ടുവന്നിട്ട്. ആ പ്യാർ ഡോക്ടറെ നമസ്കാരം. ഒരു കോയ എന്ന് പറഞ്ഞിട്ടൊരാളിനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ 4 ഇതും കൂടെ കൂട്ടി 5 ആയേ. ആ മറക്കല്ലോ. ആ അതെ അതെ, ഒന്ന് ഓർപ്പിച്ചെന്നുള്ളത്. ശരി, ഓക്കെ. ഓനാ നിനക്കില്ലടാ അംഗീകൃത ഡോക്ടർമാർ പരിചയമുള്ളവർ? എനിക്കുണ്ട് കേട്ടാ. നമ്മുടെ ഓഫീസിലെ കറണ്ട് ബില്ല് കൂടിയ കാര്യം ഞാൻ സാറിനോട് പറയട്ടെ? ഓഫീസിലെ കറണ്ട് ബില്ല് കൂടി എനിക്കെന്താ? സാറിൻ്റെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ സാറിന് അയച്ചു കൊടുക്കാം.